ബന്ദികളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഹമാസിന് അന്ത്യശാസനം നൽകി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ജനുവരി 20-നകം എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ എല്ലാ നരകവും തകർക്കുമെന്ന് ട്രംപ് അറിയിച്ചു. ചർച്ചകളെ ദുർബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ വീണ്ടും ചുമതലയേൽക്കുമ്പോഴും അവർ തിരിച്ചെത്തിയില്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് മുന്നറിയിപ്പ് നൽകി. ബന്ദികളാക്കിയ അമേരിക്കക്കാരുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംബന്ധിച്ച ചോദ്യത്തോടായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. ഇനിയും അധികകാലം അവർ ബന്ദികളായി തുടരില്ല. ഇസ്രായേലികളടക്കം തന്റെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. അമേരിക്കക്കാരും അക്കൂട്ടത്തിലുണ്ട്. അവരുടെ മാതാപിതാക്കൾ തന്നെ ബന്ധപ്പെടുന്നുമുണ്ട്. അവരുടെ ശവശരീരമെങ്കിലും തിരിച്ചു കിട്ടുമോ എന്ന് അവർ ചോദിക്കുന്നു. എനിക്ക് പറയുവാനുള്ളത് ഇത് മാത്രമാണ്. ചർച്ചകൾ തടസ്സപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ താൻ ചുമതലയേൽക്കുന്നതിന് മുമ്പ് കരാർ ഉണ്ടായില്ലെങ്കിൽ സ്ഥിതിഗതികൾ വഷളാകുമെന്നും ട്രംപ് അറിയിച്ചു. 2023 ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേൽ ആക്രമിച്ച 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത്. പലരെയും പിന്നീട് മോചിപ്പിച്ചു. അതിൽ വിദേശ പൗരരടക്കം 100ഓളം പേരെയാണ് ഇനിയും മോചിപ്പിക്കുവാനുള്ളത്. ഹമാസുകാർ ആയുധം വെച്ച് കീഴടങ്ങുകയും ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്താൽ തൊട്ടടുത്ത ദിവസം യുദ്ധം നിർത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു. ബന്ദികളെ മടക്കിക്കൊണ്ടുവരുവാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും അതുവരെ യുദ്ധം നിർത്തില്ലെന്നും അദ്ദേഹം ഗാസയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു. ബന്ദികളെ കൈമാറിയാൽ ശേഷിക്കുന്ന ഹമാസുകാർക്ക് ജീവൻ നഷ്ടപ്പെടില്ലെന്നും മറിച്ച് അവരെ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ വേട്ടയാടുമെന്ന മുന്നറിയിപ്പും നെതന്യാഹു നൽകിയിരുന്നു. മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുമ്പോഴും ബന്ദികളുടെ മോചനം വൈകുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ അന്ത്യശാസനം.